സ്റ്റീവ് അസ്രിയൽ ഒറ്റയ്ക്കാണ്. സ്റ്റീവ് അസ്രിയൽ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്റ്റീവ് അസ്രിയൽ നിൽക്കുന്ന ആ ഒരു ഏരിയ വളരെ മോശമൊരു ഏരിയയാണ്. അത് പൊട്ടിത്തെറിച്ചാൽ ചത്തുപോകും. ഓക്കെ, സ്റ്റീവ് അസ്രിയലിനെ തപ്പിക്കൊണ്ടാണ് അവരെല്ലാവരും നടക്കുന്നത്. സ്റ്റീവ് അസ്രിയൽ ഫ്ലെക്സറിനെ ഫയർ ചെയ്യുന്നുണ്ട്, അസൻസിയോ ഫയർ ചെയ്യുന്നുണ്ട്. സ്റ്റീവ് അസ്രിയൽ അസൻസിയോനെ പിക്ക് ഓഫ് ചെയ്തു. ബട്ട് അവരുടെ ബാക്കിയുള്ള T47 പ്ലേയേഴ്സ് വന്നു സ്റ്റീവ് അസ്രിയലിനെ പിക്ക് ചെയ്തിരിക്കുകയാണ്. വേറെ ആരും ഇല്ലല്ലോ, എലവില്ലല്ലോ. ചെക്ക് ചെയ്തോ. അങ്ങനെ ഈ ഒരു ടർഫ് കറണ്ട് സിനാരിയോയിൽ T47 ജയിച്ചിരിക്കുകയാണ്. TVയുടെ കയ്യിൽ നിന്നും ഈ ഒരു ടർഫ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈസ്റ്റ് 5 ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് കില്ലോഗ് ഭാഗം പിന്നെ നോക്കാം. ഈസ്റ്റ് 5 ഉള്ളോണ്ടല്ലേ, ചെക്ക് ചെയ്തായിരുന്നല്ലോ. ഓക്കെ, ഈസ്റ്റ് 5 തീർന്നിരിക്കുകയാണ്. നമ്മുടെ മാച്ച് പ്രകാരം ഈ മാച്ച് ജയിച്ചിരിക്കുന്നത് T47. എന്താ ഇവിടെ കൊട്ടവാസു, എന്തിൻ്റെ പേരിൽ നിനക്ക് ടർഫ് കിട്ടുകയാണെങ്കിൽ നീ എടുത്തോ. കൊട്ടവാണോ എന്നോ TP ഫോർ എ റീസണോ? എന്തുവാ TP ടോപ്പോ? എന്തോ ഇത്? ക്ലിയർ ചാറ്റാണോടാ? ഇത് ക്ലിയർ ആയില്ലല്ലോ. ഒരുമിച്ചാന്നോ? ഓക്കെ, അപ്പോൾ ടർഫ് കഴിഞ്ഞ് അങ്ങനെ ഇടാൻ പാടില്ല. അത് ശരിക്കും FRP ആണ്. മെയിൻ സിനാരിയോ വേറൊന്നും കൊണ്ടല്ല. ഈ ടർഫിൽ ഇമോട്ട് യൂസ് ചെയ്തത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ടർഫ് കഴിഞ്ഞ് ഈ ചാറ്റും. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. കണ്ണാപ്പി തിരിച്ചടിച്ചാ പോരെടാ, നമുക്ക് തിരിച്ചടിച്ചാ പോരെ. നമുക്ക് തിരിച്ചടിച്ചാ പോരെ. നമുക്ക് 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചടിക്കാം. നമുക്ക് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചടിക്കാം. പിന്നെ ഇവന്റെ കഴ മാറി. ഇവന് ബ്രാവോ, ഇവന് ബാൻ കിട്ടുവോ? ബാനില്ല, ബാൻ കിട്ടത്തില്ല. അതാണ് പ്രശ്നം, ബാൻ കിട്ടത്തില്ല. അണ്ണാ ഒരു മിനിറ്റ് അണ്ണാ, എൻവിഡിയ ഇത് എക്സിറ്റ് അടിച്ചാണ്. കൺട്രോൾ പാനൽ ഇല്ല ഇതില്. എനിക്ക് മാത്രം അണ്ണാ ആ ക്യാബിനില് മറ്റേ ഗ്രാഫിക്സ് കാർഡിന്റെ സ്വിച്ച് ഇല്ല അണ്ണാ, അത് ആ പ്ലഗ് ഒന്ന് ഊരി ഒന്നുണക്കെ കുത്തി. ലൈവ് പോകാൻ വേണ്ടിട്ട് ലൈവ് പോകത്തില്ല, ഗ്രാഫിക്സ് കാർഡും ലൈവും തമ്മിൽ എന്താ ബന്ധം? ഓ തന്നെ അണ്ണാ ഇതൊക്കെ അണ്ണാ ഇത് പോത്തിൽ ചക്കയ്ക്ക് ഒരു കളി കിട്ടുമ്പോ കൊണക്കല്ലേടാ കേട്ടോ. 1 പ്രീവാർ 1 ടർഫ് ലൈവിൽ ഇരുന്ന് കൊണക്കല്ലേ നീ. 3 ഇനിഷ്യല് 2 പ്രീവാർ 2 വാർ 6 ടർഫ് ഓടാ നീ. കണ്ടിന്റെ ഇടക്ക് വല്ലപ്പോലും ജയിക്കുന്ന നീ കേട്ടോ. V4 വേശി ബ്രാ. ഈ ടർഫ് റീടർഫ് വെച്ചിട്ട് ഈ തള്ളയോളി നാളെ തന്നെ അടിക്കണേ. ഞാൻ വലിക്കാൻ പോണേ. എന്തോ അവ ഇട്ടതാണോ ചാറ്റിൽ? ഇത് അവന്മാരിപ്പോ ഒഫീഷ്യലി സ്റ്റോറി ഇട്ടതാ. ഇതെന്തോ വലിക്കണ്ടേ ഗൈസ്? ഒരു മിനിറ്റ്, ഇത് നാളത്തേക്ക് തന്നെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ ബ്രാവോ? അത് അവിടെ ടർഫിന്റെ അവര് നോക്കൂടാ. അവര് നോക്കും. വാടാ ഊത്ത് ശിഖണ്ഡി, നിനക്ക് തരാൻ വാ. ഗൈസ് ഒരു മിനിറ്റ്.
എന്താ അതാരാ ഇട്ടത് അതാരട്ട റഷ്യൻ ഓവൻ അവൻ എന്താ ഇട്ടത് ഇറ്റാച്ചിയുടെ അച്ഛന്റെ പേര് വെച്ചിട്ട് ഇറ്റാച്ചിയുടെ അച്ഛന്റെ പേരിട്ടാ എന്താടാ? ഉറപ്പാണോ അത് ഇറ്റാച്ചി എന്ന് വിളിച്ചേ SSL ഉണ്ടോടാ? കേട്ടില്ല. നിന്റെ അച്ഛന്റെ പേരാണോ ട്രാക്ക് ചെയ്തവൻ? അണ്ണ എന്റെ അച്ഛന്റെ പേര് അതാണ്. നമ്മളിവിടെ സ്ഥിരം ലൈവില് ഞാനും സ്നൈപ്പും കൂടെ ഇരുന്ന് സംസാരിക്കാറുള്ളതാണ്. മനസ്സിലായില്ലേ? അതാ വാർച്ചയിലിട്ടോ? ആ അയ്യോ പോയല്ലോടാ അതെ മോനെ. ഡിസ്കോഡ് മ്യൂട്ട് ചെയ്യണോ? ഹലോ ഇല്ലില്ല മ്യൂട്ടൊന്നും ചെയ്യണ്ട. ഓക്കെ മ്യൂട്ടൊന്നും ചെയ്യണ്ട. കണ്ടി ഇത്ര ഫ്രസ്ട്രേഷനാ നിനക്ക്? അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം ഉണ്ടോടാ? ഇല്ലാത്തവന്മാരെ ഈ ദാമോ ഇല്ല, മറ്റേ എടാ. പഴയ ദാമോ? ആ, മറ്റേ ഇവിടുന്ന് മറ്റേ നക്കി പഴയ കയറി തള്ളയോടെയാണ് ഈ അവൻ തള്ള. തന്നെ. ഊത്ത് പഴയ ഊത്ത്. ഊത്ത് ആത്ത പഴയ ഊത്ത് ശിഖണ്ഡി. തന്നെ. അത് സംഭവം എന്താ പറയണ, ഉം. തന്ത ഇല്ലാത്തവന്മാർക്ക് തന്ത ഉള്ളവരെ കാണുമ്പോ ഒരു ചൊറ വരും. മനസ്സിലായില്ലേ? ആ അത് ശരിയാടാ, അത് ശരി, അത് സത്യമാണ്. അത് വളരെ തന്ത ഇല്ലാത്തവന്മാർ ഇങ്ങനെ പരമാർത്ഥമായിട്ടുള്ള ഒരു തന്നെയാ. കാര്യമാണത്. അവന്മാർക്കൊന്നും ചന്തയിൽ പെട കൊടുക്കാൻ തന്ത ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. കൊച്ചിലെ ഇങ്ങനെ വളർന്ന് മറ്റേ തീട്ടമായി മാറി. മനസ്സിലായ? എന്താ കണ്ടി നിനക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ? എടാ ഊത്തേ, എടാ ഊത്ത് കണ്ടി, നിനക്ക് എന്താ ഇത്ര ഫ്രസ്ട്രേഷൻ? നിനക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണല്ലോ. ഞാൻ വേറെ കാര്യം പറയാം ഗൈസ്, ഞാൻ പറയാട്ടല്ലോ. ലോകത്ത് ഒരു ഗ്യാങ്ങേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു മെമ്പറിനെ ഗ്യാങ്ങിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ആഴ്ച വാട്സപ്പും ചെക്ക് ചെയ്യുന്ന ഗ്യാങ്. പേഴ്സണൽ വാട്സപ്പ് ചാറ്റ് സ്ട്രീം ചെയ്ത് ഊത്തണ്ണനെ കാണിച്ചില്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. എടാ കണ്ടി പോടാ തീട്ടവേ. അവന് തന്നെ ട്രസ്റ്റ് ഇല്ല അവന്റെ മെമ്പേഴ്സിനെ. മനസ്സിലായ? അവന് മെമ്പേഴ്സിനെ ട്രസ്റ്റ് ഇല്ല. അവനിങ്ങനെ ആഴ്ച പേഴ്സണൽ മറ്റേ ലവറിന് അതെന്തയച്ചെന്ന് ഊത്തണ്ണനെ സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അച്ചിപ്പട്ടി ഹേറ്റടത്തിന്റെ പുറത്തുള്ള പിള്ളേരെ മാത്രം വലിച്ചു വരുത്തിയ ഒരു ഗ്യാങ് തുടങ്ങിയ നീയൊക്കെ എന്ത് മൂഞ്ചനാടാ നീ ദാമു ഊത്ത് BP ശീകണ്ടി. ഇവിടെ കഴിഞ്ഞോട്ട വാറ വെച്ച് പോയി അവിടെ ഇരിക്കുന്ന ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചോ? ഇവിടെ ആരെങ്കിലും? അതൊക്കെ എന്തിനു പരിപാടി കുണ്ണാളെ കാണിക്കണ? ഞാൻ ഒരു കാര്യം പറയട്ടെ, അടിച്ചിട്ട് ജയിച്ചാൽ മിണ്ടാണ്ടങ്ങ് പോവാ. തന്തയ്ക്ക് വിളിച്ചു തുടങ്ങി കഴിഞ്ഞാല് തന്ത ഇല്ലാത്തവന്മാർക്കും കിട്ടും. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇപ്പൊ വിളിച്ചത് അങ്ങ് പോട്ടെ, സീനില്ല. സീനില്ലേ? ഞാൻ ടിക്കറ്റ് അല്ലല്ല അതല്ല അല്ലാണ്ട് പറഞ്ഞത്. തന്ത ഇല്ലാത്തവന്മാര് അല്ല, ഇതിനു മുമ്പേ കാര്യമില്ല കേട്ടാ. ഇതിനു മുമ്പ് ഈ കൂട്ടത്തിൽ ഒരു കണ്ടി ഇരുന്ന് ലൈവിലിരുന്ന് മെസ്സേജ് അടിച്ചിട്ട് അവന്റെ വീട്ടിലൊക്കെ ആള് ചെന്നതാ കേട്ടാ. കണ്ടി ബാക്കി എന്നെ കൊണ്ട് പറയിക്കരുത്. ബാക്കി ദേവിയത് എന്നെ കൊണ്ട് ബാക്കി പറയിക്കരുത് കേട്ടല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാക്കി നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് പോയാ മതിയടാ. നീ ഒന്നുകൂടെ. ഞാൻ മര്യാദക്ക് അത് വിട്ടതാ. നിന്റെയൊക്കെ ആ സ്റ്റോറിയും കണ്ടിട്ട് ഞാൻ വിട്ടതാ. രണ്ടാമത് നിനക്ക് ഏഷ്യനൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, എൻ്റെ അടുത്ത് ഇറക്കണ്ട. മനസ്സിലായേ? അതിന് ഫ്രസ്ട്രേഷൻ ഗൈസ്. വീക്കിലി എല്ലാ മെമ്പേഴ്സും ഡിസ്കോഡും വാട്സപ്പും സ്ട്രീം ചെയ്ത് കാണിക്കണം ഇന്നത് ആരെയൊക്കെയാണ്. നിന്റെ ഈ തന്തയിലായ്മ കൊണ്ടാണ് നിന്റെ അകത്തുള്ള ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്നത്. മനസ്സിലായ? നീ എന്തൊരു കണ്ടിയാണെന്ന്. അല്ലാതെ ഞാൻ തിരക്കിപ്പോയതല്ല. എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് പറഞ്ഞു തന്നാണ് നീ അവരെ വളർത്തുന്ന രീതി ഇതാണെന്ന്. ഇവ ആര് തന്തയാ? ഇവ അങ്ങനെയാ. നീ എന്തിനാണോ നിന്റെ ഗേൾഫ്രണ്ടിന് ഉമ്മ കൊടുത്ത? നീ ബേല ഇനി തീപ്പൊടി തന്നെ നിനക്ക് സ്ലോട്ടില്ല. നീ ലവറിന് ഉമ്മ കൊടുക്കണം. എന്തൊക്കെ കോമഡിയാ. എടാ ഊത്തേ, ഇതിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പോഴാണ് അറിയുന്നേ. കഴ നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് അതെടുത്തിട്ട് പോയാൽ മതി. നീയൊക്കെ ഇനി ടർഫ് എടുത്താലും നിന്നെയൊക്കെ ഇത് തന്നെ നിങ്ങളെ അടിച്ചെടുക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. 4 ദിവസം നിന്റെ കൂടി പോയാൽ നിന്റെ ഇരിക്കുള്ളത്. മനസ്സിലായ? 4 ദിവസം. സിറ്റിയിലുണ്ടോ ഈ ശിഖണ്ഡികള്?
നമ്മുടെ സിറ്റിയിലുണ്ടോ? അറിഞ്ഞൂടാ. എനിക്കൊന്നും കേറാൻ പറ്റണല്ലോ എനിക്ക്. നിങ്ങളെ ഇത് ഇനി കയറുന്നില്ലെങ്കിൽ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ നോക്കേണ്ടി വരും. പക്ഷെ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്താൽ PC റീസ്റ്റാർട്ട് ആക്കേണ്ടി വരും. എന്തൊരു ഇല്ല, അവസ്ഥയാണ്. ഇപ്പം അവര് പിന്നെ സിറ്റി കാണാൻ ചാൻസ് വളരെ കുറവാണ്. അവന്മാർ കേറത്തില്ലല്ലോ പേടിച്ച് തൂർത്തിട്ടങ്ങള്. ഇത് എന്തൊരു അവസ്ഥയാ ഗൈസ് എനിക്കിത്. ഇത് എന്തൊരു കഷ്ടമാന്ന് പറ പുല്ല് പിടിക്കാൻ. എല്ലാം കറക്റ്റായിട്ട് തലയിലോട്ട് വന്നു. ഇത് വേണമെങ്കിൽ ഫയം ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. വലിയ കാര്യം ഉണ്ടാവാൻ തോന്നുന്നില്ല ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാതെ. ഡ്രൈവർ ഇഷ്യൂ ആണോ? യെസ്. പക്ഷെ അപ്പൊ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരത്തില്ലല്ലോ ഡ്രൈവർ അപ്ഡേറ്റ് കഴിഞ്ഞാൽ. അല്ല ഒരു മിനിറ്റ്, അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് NVIDIA ഇത് കണ്ടില്ല. ഒന്ന് സെർച്ച് ചെയ്താണ് NVIDIA കണ്ട ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ജിഫോഴ്സ് അണ്ണ അത് വേണോ അണ്ണ, അതുകൊണ്ടാണ്. ഞാൻ ഡ്രൈവർ ഒരു കാര്യം ഞാൻ ഇപ്പൊ തരാം. അതിന് റീസ്റ്റാർട്ട് ഒന്നും വേണ്ട. കണ്ണാപ്പി, please, കണ്ണാപ്പി. നിക്ക് ഞാൻ ജിഫോഴ്സ് എക്സ്പീരിയൻസ് ഡൗൺലോഡ് ചെയ്യാൻ വെയിറ്റ്. ഹലോ, പറടാ. അതുകൊണ്ടാണ് ഏഷ്യനെറ്റ് ഒന്ന് ശരിയാക്കി തരുമോ? ഈ ഏഷ്യാനെറ്റിന് ആ സർവറിന് എന്താ പ്രശ്നം എനിക്കറിയത്തില്ല. ഇപ്പൊ കുറഞ്ഞടാ, ഇപ്പൊ കുറഞ്ഞടാ. അല്ല, എനിക്ക് ഇല്ലടാ, പറ്റില്ല. 30 വീലടാ. അത് സിറ്റി മിനിമൈസ് കളിക്കാൻ ആയിരുന്നു പറ്റുന്നില്ല. ഫയം. അണ്ണ അല്ലടാ, എടാ, ബ്രാവോ. അല്ല അയച്ചുതരാം. ഞാൻ ഇല്ല ഞാൻ അല്ലാതെ ഇൻസ്റ്റാൾ ചെയ്തോളാം. ഏഷ്യാനെറ്റ് ഫുള്ള് സീനാടാ. ഭയങ്കര 30 വീല. 20 പീലിന്റെ മുകളിൽ നമുക്ക് ഈ ആൾക്കാർ അവർ ജയിച്ചു ബ്രോ. ജസ്റ്റ് അക്സെപ്റ്റ് ദേ ആർ ബെറ്റർ ദാൻ യുവർ പ്ലേയേഴ്സ് ബ്രോ. ഈ ബെറ്റർ അവരെക്കാൾ ബെറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ അടിച്ചെടുത്തത് കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ടാണ് നമ്മളത് ഒരാഴ്ച ഹോൾഡ് ചെയ്തത്. മനസ്സിലായ? പീഡിയുടെ എന്നൊന്നും തല്ല് മേടിക്കേണ്ട ഗതികേട് എന്തായാലും നമുക്ക് ടിവിയുടെ ഗ്യാങ്ങിന് ഇതുവരെ വന്നിട്ടില്ല. വേറൊരു കാര്യം ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഊത്തിനൊക്കെ ഫാൻ ബേസ് ഇത്രയും പൊങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, ഇവന്മാരെ നമ്മൾ ഓടിച്ചിട്ട് തല്ലി തന്നെയാണ് അടിച്ചെടുത്തത്. അല്ലാതെ അവന്മാർ ഗിഫ്റ്റ് തന്നതല്ല ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച. മനസ്സിലായ? അടിച്ചെടുത്തതാണ് ഞങ്ങൾ അടിച്ചെടുത്താണ്. നീ ഈ പറഞ്ഞ ബെറ്റർ പ്ലേയേഴ്സിനെ ഞങ്ങൾ അടിച്ചെടുത്തതാണ്. കരഞ്ഞ് തൂറി മെഴുകിയതല്ല. മനസ്സിലായ? നമ്മൾ അടിച്ച് മേടിച്ചതാണത്. നമ്മൾ മേടിച്ച് നമ്മളെ കയ്യിൽ ഇത് 3 ദിവസം. കാരണം സിറ്റിയുടെ മെയിൻ്റെനൻസ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അധിക ദിവസം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇതാകെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് 3 ദിവസം 4 ദിവസം എന്തോ ആയുള്ളൂ. ഈ 4 ദിവസത്തിൽ തന്നെ അടുത്ത ടർഫ് വന്നതുകൊണ്ട് ഇതായി. മനസ്സിലായോ? അത്രേ ഉള്ളൂ. പിന്നെ നീയൊക്കെ ഈ ഒരു മാസമായാലുള്ള ഗ്യാങ് പോലും തുടങ്ങിയിട്ട്, അതുകൊണ്ട് നിനക്കൊന്നും വലിയ കഥകൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പത്തെ കഥ പറഞ്ഞുതരാം. ഞങ്ങൾ ഇവന്മാരുടെ നിന്ന് ഇത് അടിച്ചെടുത്തതാണ് ഓൾറെഡി. ഇത് അടിച്ചെടുത്ത സമയത്ത് ഇവന്മാർ ഞങ്ങൾ വാക്കിംഗ് സ്റ്റൈൽ മാറ്റിയെന്ന് പറഞ്ഞ് കരഞ്ഞ് തൂറി മെഴുകി VC പോയിരുന്ന 1.5 മണിക്കൂർ കരഞ്ഞ് കഴിവ് മേടിച്ചോണ്ട് പോയതാണ് അവൻ. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് അറിയുന്ന സമയത്ത് സംസാരിക്കുക. ഞാൻ ഇന്ന് FRP വലിക്കുന്നില്ലെന്ന് പറഞ്ഞാണ്. അവൻ മറ്റേ വേശി അണ്ടി എന്നൊക്കെ പറഞ്ഞ് മറ്റേ സ്റ്റോറി ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത് FRP വലിച്ചു കൊടുത്തത്. അല്ലാതെ എനിക്ക് FRP വലിച്ചു കൊടുക്കാൻ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അത്രയ്ക്ക് വർത്താനം പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തന്നെ തന്തയ്ക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ വിടണോ? ജസ്റ്റ് ഷിറ്റ്. PDയുടെ ഒന്ന് മേടിച്ചതല്ലേ അത് അക്സെപ്റ്റ് ചെയ്യും. ക്യാൻസൽ ചെയ്തിട്ടാണ്. ഞാൻ ഇവിടെ വേറെ ഒരു ഗ്യാങ്സിന്റെ പേര് പറഞ്ഞിട്ടില്ലേ ഗൈസ്. ഞാൻ പറഞ്ഞത് ഞാൻ അല്ലാതെ പറഞ്ഞത്. കുറെ എണ്ണം പീഡിക്കകത്ത് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു രീതിയിൽ അത് എടുക്കല്ലേ. കൺവേർട്ട് ആയില്ലേ? കൺവേർട്ട് ചെയ്യല്ലേ പ്ലീസ്. പിന്നെ ഹേർട്ടായെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ലേ. ഇതെന്താ കോഡ് വന്നില്ലല്ലോ എനിക്ക് ഇതുവരെ. അത് അല്ലല്ല ഇത് ഇതാടാ ഒതന്റിക്കേറ്റർ അല്ല. ഒരു സെക്കൻഡ് ഒതന്റിക്കേറ്റർ